ന്യൂസ് 16 കേരള. യുഎഇയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് പിന്നാലെ നാട്ടിലെ കുടുംബത്തോട് അവസാനമായി സംസാരിച്ച് യുപി സ്വദേശിയായ യുവതി. ഷഹസാദി എന്ന 33-കാരിക്കാണ് അബുദാബി കോടതി വധശിക്ഷ വിധിച്ചത്. 24 മണിക്കൂറിനകം ശിക്ഷ നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അബുദാബിയിലെ അൽ വധാബ ജയിലിൽ കഴിയുകയാണ് ഷഹസാദി. അവസാനാഗ്രഹമെന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ ഷഹസാദിയെ അനുവദിച്ചത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഷഹസാദി ഇത് തന്റെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്നും പറഞ്ഞു. യുപിയിലെ ബാന്ദ്ര സ്വദേശിയാണ് ഷഹസാദി. 2021 ഇവർ അബുദാബിയിലെത്തിയത്. ഉസൈർ എന്നയാളുമായി പരിചയത്തിലായി ഇവർ വൈകാതെ യുഎയിലേക്ക് പോകുകയായിരുന്നു. എന്നാൽ ഉസൈർ ഇവരെ ആഗ്ര സ്വദേശികളായ ദമ്പതികൾക്ക് വിറ്റു. അവരാണ് ഷഹസാദിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഈ വിഷയത്തിൽ ബാന്ദ്ര ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ദമ്പതികൾക്കും ഉസൈറിനുമെതിരെ അധികൃതർ മനുഷ്യക്കടത്ത് ആരോപിച്ച് കേസെടുത്തു. ഈ ദമ്പതികൾ നിലവിൽ ദുബായിലാണുള്ളത്. ദമ്പതികളുടെ മകനെ നോക്കാനായിരുന്നു ഷഹസാദി ഇവർ അബുദാബിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഈ കുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തോടെ ഷഹസാദിയുടെ ജീവിതം ദുരിതത്തിലായി. മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹസാദിയാണെന്നാരോപിച്ച് ദമ്പതികൾ പരാതി നൽകി. തുടർന്ന് പോലീസ് ഷഹസാദിയെ അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. കോടതി വിധിക്ക് പിന്നാലെ ഷഹസാദിയുടെ പിതാവ് ഷാബിർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കുട്ടിക്കാലം മുതൽ ദുരിതപൂർണമായ ജീവിതം നയിച്ചയാളാണ് ഷഹസാദി. ചെറിയ പ്രായത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പൊള്ളലേറ്റ് ഷഹസാദിയുടെ മുഖത്ത് മുറിവേറ്റിരുന്നു. 2020 സോഷ്യൽ മീഡിയയിലൂടെ ഉസൈറുമായി ഷഹസാദി പരിചയത്തിലായത്. മുഖത്തെ മുറിവുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് ഉസൈർ ഇവരോട് പറഞ്ഞു. ആഡംബര ജീവിതം നൽകാമെന്നും ഇയാൾ ഷഹസാദിക്ക് ഉറപ്പു നൽകി. ഇത് വിശ്വസിച്ചാണ് ഇവർ ആഗ്രയിലേക്ക് എത്തിയത്. എന്നാൽ അബുദാബിയിലെത്തിച്ച ഷഹസാദിയെ ഉസൈർ തന്റെ ബന്ധുക്കൾക്ക് കൈമാറി. ഫൈസ് നദിയ എന്നീ ദമ്പതികൾക്കാണ് ഇയാൾ ഷഹസാദിയെ കൈമാറിയത്. ഇതിനിടെയാണ് ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള മകൻ മരിച്ചത്. ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന് ഷഹസാദിയും പിതാവും വാദിച്ചു. എന്നാൽ തങ്ങളുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹസാദിയാണെന്ന് ദമ്പതികൾ ആരോപിച്ചു. ഇതോടെയാണ് ഇവർ ഷഹസാദിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ കേസ് പരിഗണിച്ച അബുദാബിയിലെ കോടതി ഷഹസാദിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഫെബ്രുവരി 16 ഷഹസാദിയുടെ കുടുംബത്തെ തേടി ദുബായിൽ നിന്നും ഫോൺ കോൾ എത്തി. താൻ ഇപ്പോൾ ഏകാന്ത തടവിലാണെന്നും 24 മണിക്കൂറിനുള്ളിൽ തന്റെ വധശിക്ഷ നടപ്പാക്കുമെന്ന് ജയിലധികൃതർ പറഞ്ഞുവെന്നും ഷഹസാദി കുടുംബത്തോട് പറഞ്ഞു. തന്റെ അവസാനാഗ്രഹമെന്ന നിലയിലാണ് കുടുംബത്തോട് സംസാരിക്കാൻ അധികൃതർ അനുവദിച്ചതെന്നും ഷഹസാദി പറഞ്ഞു. അതേസമയം ഈ ഫോൺ കോളിന് പിന്നാലെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹസാദിയുടെ കുടുംബം സർക്കാരിനെയും രാഷ്ട്രപതിയെയും സമീപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.